നരേന്ദ്രമോദിയുടെ വിവേകാനന്ദ പാറയിലെ ധ്യാനം രാഷ്ട്രീയ മണ്ഡലത്തിൽ ചർച്ചയാവുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം വൈറലാവുകയാണ്. 33 വർഷങ്ങൾക്ക് മുൻപ് വിവേകാനന്ദ സ്മാരകം സന്ദർശിക്കുന്ന മോദിയുടെ ചിത്രം. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നതാണ് വൈറലായ ചിത്രം. അന്നത്തെ മോദിയുടെ സന്ദർശനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തുളസിയാണ്. തുളസി വരൂ. ഇപ്പോൾ ഈ ചിത്രം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇത് ഏത് സാഹചര്യത്തിലാണ് അന്ന് ഈ വിവേകാനന്ദ സ്മാരകത്തിൽ മോദി എത്തിയത്? ഇത് 33 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1991 നരേന്ദ്രമോദി കന്യാകുമാരിയിൽ എത്തിയപ്പം എടുത്ത ഒരു ചിത്രമാണ്. ഈ ചിത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അന്ന് മുരളി മനോഹർ ജോഷി, അന്നത്തെ BJP നേതാവായ മുരളി മനോഹർ ജോഷിയുടെ കൂടെ ഏകതാ യാത്രയുടെ ഭാഗമായിട്ട്, അന്ന് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച ഏകതാ യാത്ര 1991 ഡിസംബറിൽ ആരംഭിച്ച യാത്ര 92 ജാനുവരിയിൽ ശ്രീനഗറിലാണ് അവസാനിക്കുന്നത്. അപ്പം ആ യാത്ര ആരംഭിക്കുന്നത് കന്യാകുമാരിയിൽ വെച്ചാണ്. അപ്പം അന്ന് മുരളി മനോഹർ ജോഷിയോടൊപ്പം മോദി കന്യാകുമാരിയിൽ ഇതേ വിവേകാനന്ദ പാറയിലെത്തിയപ്പോൾ വിവേകാനന്ദന്റെ പ്രതിമയെ പ്രദക്ഷിണം വെക്കുന്ന ചിത്രമാണിത്. ഇപ്പം നിലവിൽ നരേന്ദ്രമോദി കന്യാകുമാരിയിൽ വീണ്ടും ധ്യാനത്തിനിരിക്കുമ്പോൾ, നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം വെറും 4 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം ഈ ഒരു ഘട്ടത്തിൽ മോദി ധ്യാനത്തിനിരിക്കുമ്പോഴാണ് മോദിയുടെ തന്നെ ഒരു ഫാൻ പേജിൽ എക്സ് പ്ലാറ്റ്ഫോമിൽ ഈ ചിത്രം ഇപ്പോൾ വൈറലായിരിക്കുന്നത്. അതായത് നിരവധി ചിത്രങ്ങൾ എപ്പോഴും വൈറലാവാറുണ്ട്, പക്ഷെ ഇപ്പം പ്രധാനമന്ത്രിയുടെ ഈ ഒരു ചിത്രം കുത്തിപ്പൊക്കിക്കൊണ്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇത് വളരെയധികം ട്രെൻഡിങ് ആയി, വൈറലായി, ഒരുപാട് ഷെയറുകളും ലൈക്കുകളും കിട്ടിക്കൊണ്ട് പ്രചരിക്കുന്ന ഒരു ചിത്രമാണ്. അതെ, താങ്ക് യു തുളസി. അപ്പോൾ അതാണ് വൈറലായ ചിത്രത്തെക്കുറിച്ച് തുളസി സംസാരിച്ചത്.